ഹായ് ഓൾ, വെൽക്കം ടു അനദർ ക്ലാസ്. ഇന്ന് നമ്മൾ ഡാറ്റ ലിങ്ക് ലെയറിൽ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് എന്താണ് ഹാമിംഗ് കോഡ് എന്നുള്ളത്. ഓക്കെ, ഹാമിംഗ് കോഡ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് എറർ ഡിറ്റക്ഷനും അതുപോലെ തന്നെ എറർ കറക്ഷനും രണ്ടും നമുക്ക് യൂസ് ചെയ്യാം, രണ്ടും ചെയ്യാം. എറർ ഡിറ്റക്ഷൻ ആൻഡ് കറക്ഷൻ. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾക്കും എന്താ ഹാമിംഗ് കോഡ് യൂസ് ചെയ്യാം. ഇനി ഈ ഒരു ഹാമിംഗ് കോഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് പാരിറ്റി ചെക്കിങ് അല്ലെങ്കിൽ പാരിറ്റി ബിറ്റ്സ് ആണ്. നമ്മൾ പാരിറ്റി ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഹാമിംഗ് കോഡിൽ എറർ ഉണ്ടോ ഇല്ലേ, അല്ലെങ്കിൽ ഹാമിംഗ് കോഡിൽ നമ്മൾ അപ്പൻഡ് ചെയ്യേണ്ട ബിറ്റ്സ് കണ്ടുപിടിക്കുന്നത്. അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ചെയ്യുന്നത് പാരിറ്റി ബിറ്റ്സ് വെച്ചിട്ടാണ്, പാരിറ്റി ചെക്കിങ് ചെയ്തിട്ടാണ്. ഓക്കെ, അതിൽ അതുപോലെ തന്നെ എന്താണ് റിഡൻഡൻറ്റ് ബിറ്റ് എന്ന് പറയുന്നത്. റിഡൻഡൻറ്റ് ബിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മെസ്സേജ്, അതായത് അല്ലെങ്കിൽ ഡാറ്റ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്ന ബിറ്റ്സിനെയാണ് റിഡൻഡൻറ്റ് ബിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പാരിറ്റി ചെക്കിങ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് അല്ലേ, ഈവണും ഉണ്ട് അതുപോലെ ഓഡും ഉണ്ട്. അതെന്താ എങ്ങനെ ചെക്ക് ചെയ്യുന്നത്? അതിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈവൺ പാരിറ്റി ചെക്ക് ചെയ്യുന്നത് ഇപ്പോൾ 011 തന്നെ കോഡ് നമ്മളെ കയ്യിലുള്ളതെങ്കിൽ ഇത് ഈവൺ ആണോ ഓഡാണോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത് നമ്പർ ഓഫ് വൺസ് എത്ര ഉണ്ടെന്ന് നോക്കും അല്ലേ. നമ്പർ ഓഫ് വൺസ് ഈവൺ ആണെങ്കിൽ, ഈവൺ നമ്പർ ഓഫ് വൺസ് ആണെങ്കിൽ അവിടെ ഈവൺ പാരിറ്റി ആണെന്ന് പറയും അല്ലേ. ഇനി നമ്പർ ഓഫ് വൺസ് സപ്പോസ് ഓഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഓഡ് പാരിറ്റി ആണെന്ന് പറയും. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ അത് രണ്ടാണ്. അപ്പോൾ ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്, ഹാമിംഗ് കോഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈവൺ ആണ് യൂസ് ചെയ്യുന്നത്, ഈവൺ പാരിറ്റി ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് കോമൺ ആയിട്ട് പറയാനുള്ളത്. ഇനി നമ്മൾ സെൻഡ് ചെയ്യുന്ന കോഡ് എന്ന് പറയുന്നത്, സെൻഡിങ് കോഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന കോഡ് മെസ്സേജ് പ്ലസ് റിഡൻഡൻറ്റ് ബിറ്റ്സ് ആയിരിക്കും. ഓക്കെ, മെസ്സേജ് പ്ലസ് റിഡൻഡൻറ്റ് ബിറ്റ്സ്, മെസ്സേജിലെ ബിറ്റ്സ് പ്ലസ് റിഡൻഡൻറ്റ് ബിറ്റ്സ് ആണ് നമ്മൾ സെൻഡ് ചെയ്യുക. ഓക്കെ, ഇത് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ട കാര്യമാണ് റിഡൻഡൻറ്റ് ബിറ്റ്സ് എന്താണെന്നുള്ളത്. ഓക്കെ, ഇത്രയാണുള്ളത്. ഇതിൽ മെസ്സേജിനെ നമ്മൾ എം എന്ന് റെപ്രസെൻ്റ് ചെയ്യും, അതുപോലെ റിഡൻഡൻറ്റ് ബിറ്റ്സിനെ നമ്മൾ ആർ എന്ന് റെപ്രസെൻ്റ് ചെയ്യും. ഇനി നമുക്ക് റിഡൻഡൻറ്റ് ബിറ്റ്സ് കാണാൻ വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യിക്കണം. ആ ഒരു ഇക്വേഷൻ നമുക്ക് എന്താണെന്ന് നോക്കാം. അതാണ് 2r ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു m പ്ലസ് r പ്ലസ് 1. ഓക്കെ, ഇതാണ് നമുക്ക് റിഡൻഡൻറ്റ് ബിറ്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ. ഇതിൽ m എന്താ, നമ്പർ ഓഫ് ബിറ്റ്സിൻ്റെ മെസ്സേജ് ആണ്. ഓക്കെ, r എന്ന് പറയുന്നത് നമ്മൾ ഫൈൻഡ് ചെയ്യാനുള്ളത്. ഓക്കെ, റിഡൻഡൻറ്റ് ബിറ്റ്സ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നതെന്ന് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. എക്സാമ്പിൾ നമ്മുടെ ക്വസ്റ്റ്യൻ, അതായത് സെൻഡ് ചെയ്യുന്ന മെസ്സേജ് എന്നുള്ളത് 1011. ഓക്കെ, നമുക്കിതിൽ അപ്പൻഡ് ചെയ്യേണ്ട അല്ലെങ്കിൽ കമ്പൈൻ ചെയ്യേണ്ട റിഡൻഡൻറ്റ് ബിറ്റ്സ് ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കിയാൽ അറിയാം 2r എന്ന് തന്നിട്ടുണ്ട് അല്ലേ. ഈ r എന്ന് പറയുന്നത് നമ്മൾ 1 2, അതായത് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആവുന്നവരെ നമ്മൾ ആറിൻ്റെ വാല്യൂ കൊടുത്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഇപ്പുറത്തെ സൈഡിലുള്ളതിനേക്കാളും കൂടുതൽ ഈ സൈഡിൽ കിട്ടണം അല്ലേ. ഈ ഒരു ഇക്വേഷൻ നോക്കി നമുക്ക് മനസ്സിലാക്കാം. ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവുന്നവരെ നമ്മൾ ആറിന് വാല്യൂ കൊടുക്കും. ഇപ്പോൾ സപ്പോസ് 2 കൊടുത്താൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, അപ്പോൾ ആർ എന്ന് പറയുന്നത് ഇവിടെ 1 ആയിരിക്കും. ഓക്കെ, ആർ എന്ന് പറയുന്നത് 1 ആണ്. ദെൻ ഈ മെസ്സേജിൽ എം എന്ന് പറയുന്നത് എത്ര ഉണ്ടാവും, 4 ബിറ്റ്സ് ഉണ്ടാവും അല്ലേ. അതായത് നമ്പർ ഓഫ് ബിറ്റ്സിൻ്റെ മെസ്സേജ് ആണ് എം എന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. അപ്പോൾ ഇതിൽ 4 ഉണ്ടാവും. അപ്പോൾ നമ്മൾ എം പ്ലസ്, അതായത് 4 പ്ലസ് ദെൻ ആർ എന്ന് പറയുന്നത് 1 ആണെന്ന് പറഞ്ഞ് 1 പ്ലസ് ദെൻ ഒരു 1 ഇവിടെയും കൂടി ഉണ്ട് അല്ലേ, 1. ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആവുമോ? ഇല്ലല്ലേ, ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആവില്ല. ഇവിടെ 2 വരും, ഇവിടെ 6 വരും അല്ലേ, 2 6. അപ്പോൾ ഇത് സാറ്റിസ്ഫൈഡ് ആവില്ല. അപ്പോൾ നമുക്ക് ഏകദേശം അറിയാം ഇവിടെ ചേഞ്ച് ആവുന്നതിനനുസരിച്ച് ഈ സൈഡിൽ എന്ത് വരും എന്നുള്ളത്. ഇപ്പോൾ സപ്പോസ് 2 ആണെങ്കിൽ നോക്കിയേ, ഇവിടെ ആർ എന്ന് പറയുന്നത് 2 വന്നു അല്ലേ. അപ്പോൾ 4 പ്ലസ് 2 പ്ലസ് 1 ആയി അല്ലേ. അപ്പോൾ ഇവിടെ എത്ര വന്ന്, ഇവിടെ 4 വന്ന്, ബട്ട് ഇവിടെ എത്ര വരിക, 7 വരും അല്ലേ. അതും സാറ്റിസ്ഫൈഡ് ആവില്ല. ദെൻ നെക്സ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യും, 2 വരും. 3 വരുമ്പോൾ എന്ത് ചെയ്യും, ഇവിടെ 8 വരും, 4 പ്ലസ് 3 പ്ലസ് 1 വരും അല്ലേ, ഇവിടെ 8 വരും. ഇവിടെ എന്ത് വരും, 4 പ്ലസ് 3 പ്ലസ് 1 ആകുമ്പോൾ ഇവിടെ 8 വന്നില്ലേ. അപ്പോൾ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആയില്ലേ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ, ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയാൽ മതി. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതല്ല ഡയറക്റ്റ് ആർ എന്ന് പറയുന്ന ബിറ്റ്സ് അല്ലെങ്കിൽ റിഡൻഡൻസി ബിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമുക്ക് ഇതിൽ നോക്കിയിട്ട് ജസ്റ്റ് നമുക്ക് പറയാൻ കഴിയുന്ന കാര്യം 2 പവർ 3
അല്ലേ? ആർ എന്ന് പറയുന്നത് 3, നമുക്ക് കിട്ടിയത് 3 ആണ്, 3 ബിറ്റ്സ്. ഇനി നമുക്ക് ആ ബിറ്റ്സിൻ്റെ കൗണ്ട് മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഇവിടെ, അതായത് 3 ബിറ്റാണ് റിഡൻഡൻറ്റ് ബിറ്റായിട്ട് ആഡ് ചെയ്യേണ്ടത്. പക്ഷേ റിഡൻഡൻറ്റ് ബിറ്റ്സ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടില്ല. ഓക്കെ, 3 ബിറ്റാണ് റിഡൻഡൻറ്റ് ബിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മെസ്സേജിൻ്റെ കൂടെ അപ്പൻഡ് ചെയ്യേണ്ട റിഡൻഡൻറ്റ് ബിറ്റ് 3 ബിറ്റാണ്. ഇനി നമുക്കത് ഫൈൻഡ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെ ഫൈൻഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് കിട്ടിയ ഡാറ്റാസ് നമുക്ക് ഈ സൈഡിലേക്ക് എഴുതാം, 3 ബിറ്റ് റിഡൻഡൻറ്റ് ബിറ്റ്സ്. ഓക്കെ, അപ്പോൾ ഈ എക്സാമ്പിൾ ഇനി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ആദ്യം നമ്മൾ ഈ റിഡൻഡൻറ്റ് ബിറ്റ്സ് എവിടെയാണ് അറേഞ്ച് ചെയ്യുന്നത് നോക്കാം, ഡാറ്റേൻ്റെ കൂടെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ 7, അതായത് ഇപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ്, നമ്മൾ പറഞ്ഞു m+r ബിറ്റ്സ് ആണ് നമ്മൾ സെൻഡ് ചെയ്യാന്ന് പറഞ്ഞു അല്ലേ, മെസ്സേജ് m+r ബിറ്റ്സ് ആണ്. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ m+r എന്നുള്ള ബിറ്റ്സിൽ എഴുതുക. ഓക്കെ, m+r, ബട്ട് r എന്ന് പറയുന്നത് ഡയറക്റ്റ് ഇതിൻ്റെ കൂടെ എവിടെ അപ്പൻഡ് ചെയ്യുന്നുള്ളതല്ലേ. അപ്പോൾ നമ്മൾ r എന്ന് പറയുന്ന വാല്യൂ കണ്ടുപിടിച്ചത് എങ്ങനെയാണ്? ഇപ്പോൾ 7 പൊസിഷൻസ് ആണ് നമുക്ക് വേണ്ടി. അതെങ്ങനെ മനസ്സിലായി? m എന്ന് പറയുന്നത് 4 ആയിരുന്നു, r എന്ന് പറയുന്നത് 3 ആയിരുന്നു. സോ ടോട്ടൽ 7 പൊസിഷൻസ്. അപ്പോൾ 7 പൊസിഷൻസ് ആക്കി മാറ്റാം നമുക്ക്. 3, 4, 5, 6, 7 അല്ലേ? 1, 2, 3, 4, 5, 6, 7. അപ്പോൾ നമുക്കിതൊന്ന് നമ്പർ ചെയ്യാം. 1, 2, 3, 4, 5, 6, 7. ഫസ്റ്റ് നിങ്ങൾ ഇങ്ങനെ ചെയ്ത് വെക്കുക. ഇനി നമ്മൾ എവിടേക്കാണ് r എന്ന് പറയുന്ന ബിറ്റ് നമ്മൾ കൊടുക്കുക എന്നുള്ളത്, r ഫൈൻഡ് ചെയ്യാൻ പോകുന്നേ ബിറ്റ്സ് അല്ല, r എന്ന് പറയുന്ന ലെറ്റർ ഒക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്ന റിഡൻഡൻറ്റ് ബിറ്റിന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അത് നമ്മൾ കൊടുക്കുന്നത് 2ൻ്റെ പവേഴ്സായി വരുന്ന പൊസിഷൻസിൽ മാത്രം. അങ്ങനെ പറഞ്ഞാൽ 2⁻0 പറഞ്ഞാൽ എന്താ? 1 ആണ് അല്ലേ? ദെൻ 2⁻1 എന്ന് പറഞ്ഞാൽ 2 ആണ്. ദെൻ 2⁻2 എന്ന് പറഞ്ഞാൽ 4 ആണ്. ദെൻ 2⁻3 എന്ന് പറഞ്ഞാൽ 8 ആണ്. ഈ പൊസിഷൻസിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, r അല്ലെങ്കിൽ റിഡൻഡൻറ്റ് ബിറ്റ്സ് സെൻഡ് ചെയ്യുന്ന ടൈമിലും നമ്മൾ എന്താ പറയുക, കമ്പൈൻ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ പൊസിഷൻസിൽ മാത്രം, അതായത് 1, 2, 4, 8, ഇവിടെ 8 ഇല്ല, 7 വരെ ഉള്ളൂ. അപ്പോൾ 1, 2, 4 ഈ 3 പൊസിഷൻസിൽ എന്തായിരിക്കും? റിഡൻഡൻറ്റ് ബിറ്റ്സ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്ത് r1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം, ഇത് r2 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം, ഇത് r4 എന്ന്. ഓക്കെ, r3 അല്ല, r4. r3 എന്ന് പറഞ്ഞിട്ട് 3rd പൊസിഷനിൽ കൊണ്ടുപോയി എഴുതാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം റിഡൻഡൻറ്റ് ബിറ്റ്സിൻ്റെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ഫസ്റ്റ് പൊസിഷനിൽ, ദെൻ സെക്കൻഡ് പൊസിഷനിൽ, ദെൻ ഏതാ? 4th പൊസിഷനിലല്ലേ? അപ്പോൾ 4. ഓക്കെ, ഇവിടെയാണ് റിഡൻഡൻറ്റ് ബിറ്റ്സ് വരിക. 3rd എഴുതി പോകരുത്. ഓക്കെ, r1, r2, r4 അങ്ങനെ തന്നെ പറഞ്ഞു പഠിക്കാം. അപ്പോൾ ഇനി ബാക്കിയുള്ള പൊസിഷൻസിലാണ് നമുക്ക് തന്ന ഡാറ്റ അല്ലെങ്കിൽ മെസ്സേജ് ബിറ്റ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ നമുക്ക് തന്ന ഡാറ്റ ബിറ്റ് എന്താ? 1, 0, 1, 1. ഓക്കെ, ഇവിടെ ഇനി നമുക്ക് എന്ത് ചെയ്യാം? r4, r2, r1. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് തന്നിരിക്കുന്ന 1, 2, 3, 4, 5, 6, 7 വരെയുള്ള നമ്മൾ ബൈനറി ഫോർമാറ്റ് നമുക്കറിയാം അല്ലേ? ആ ബൈനറി ഫോർമാറ്റ് ഡയറക്റ്റ് ഇതിൻ്റെ മുകളിൽ അങ്ങ് എഴുതിക്കാം. അപ്പോൾ 0, 0, 0, 1 വരും അല്ലേ ആദ്യം. ദെൻ എന്താ രണ്ടാമത്തേൻ്റെ എന്ത് വരും? 0, 0, 1, 0 വരും. ദെൻ 0, 0, 1, 1 വന്നു. ദെൻ 4th എന്താ വരിക? 0, 1, 0, 0 വരും അല്ലേ? ദെൻ 0, 1, 0, 1 വരും. ദെൻ 0, 1, 1, 0 വരും. ദെൻ 0, 1, 1, 1 വരും അല്ലേ? ഇങ്ങനെയാണ് നമ്മുടെ പൊസിഷൻസ് നമ്മൾ ബൈനറി ഫോർമാറ്റിൽ എഴുതിയാൽ വരുന്നതില്ലേ. ജസ്റ്റ് ബൈനറി റെപ്രസെൻറ്റേഷൻ എഴുതിയെന്നേ ഉള്ളൂ, അതായത് 1, 2, 3, 4, 5, 6, 7 ഓക്കെ, അങ്ങനെ എഴുതി പോയെന്നേ ഉള്ളൂ. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം, നമ്മൾ ഇതിൽ എങ്ങനെയാണ് r1 ഫൈൻഡ് ചെയ്യുന്നതെന്നുള്ളത്. ഇവിടെ 0 ഉണ്ട്, ഞാനൊന്ന് റെഡ് കൊണ്ട് ചെയ്യാണ്, കാരണം ഇവിടെ ക്ലിയർ ആവുന്നില്ല. അപ്പോൾ r1 എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുന്നത്? നിങ്ങൾ നോക്കേണ്ട കാര്യം, നിങ്ങൾ എഴുതി ബൈനറി ഫോർമാറ്റിൽ അല്ലെങ്കിൽ ബൈനറി റെപ്രസെൻറ്റേഷനിൽ റൈറ്റ് പൊസിഷനിൽ, ഏറ്റവും റൈറ്റ് പൊസിഷനിൽ 1 വരുന്നത് ഏതൊക്കെയാണുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ 1 എന്ന് പറയുന്നത് ഈ ഒരു 1 എന്ന് പറയുന്നത് ഇവിടെ ഉണ്ട് അല്ലേ? ദെൻ 3rd പൊസിഷനിലുണ്ട് അല്ലേ? ഏതാ 3rd പൊസിഷനിൽ ഫസ്റ്റ് ബിറ്റ് 1 ആണ്. ദെൻ ഇവിടെ 5th പൊസിഷനിൽ ഫസ്റ്റ് ബിറ്റ് 1 ആണ്. ദെൻ 7th പൊസിഷനിൽ ഫസ്റ്റ് ബിറ്റ് 1 ആണ്. അപ്പം നമുക്ക് r1 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? r1 എന്ന് പറയുമ്പോൾ ഏതൊക്കെ പൊസിഷനിലുള്ള ബിറ്റ്സ് ആണ് എടുക്കേണ്ടത്? ഈ പൊസിഷൻ നമുക്ക് ജസ്റ്റ് എഴുതി വെക്കാം. 1ാമത്തെ പൊസിഷനിൽ അല്ലേ, അതായത് റൈറ്റ് ബിറ്റ് ഫസ്റ്റ് ബിറ്റ്, റൈറ്റിലെ ഫസ്റ്റ് ബിറ്റ് 1 ആണെങ്കിൽ അതെടുത്ത് എഴുതുന്നതാണ്. അപ്പോൾ r1 എന്ന് പറയുന്നത് 1ാമത്തെ പൊസിഷനിൽ, ദെൻ 3ാമത്തെ പൊസിഷനിൽ, ദെൻ 5ാമത്തെ പൊസിഷനിൽ, ദെൻ 7ാമത്തെ പൊസിഷനിൽ. ഇത്രയും പൊസിഷൻസിലാണ് എന്താ അതിൽ 1 വരുന്നതുള്ളൂ. അതുകൊണ്ട് അത് നമ്മൾ എടുത്തെഴുതി. ഓക്കെ, നമുക്ക് r2 എങ്ങനെയാണ് കാണാന്നുള്ളത്.
R2 കാണുന്നത് നമ്മൾ അതുപോലെ സെക്കൻഡ് ബിറ്റ്, അതായത് നമ്മൾ ബൈനറി ഫോർമാറ്റ് എഴുതി അതിൽ സെക്കൻഡ് ബിറ്റ് റൈറ്റ് ഒന്ന് നോക്കുമ്പോൾ സെക്കൻഡ് ബിറ്റ് 1 വരുന്നത് ഏതൊക്കെയാണെന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഉണ്ട് അല്ലേ, R2 എന്ന് പറയുമ്പോൾ R2 നോക്കാൻ പാടുള്ളൂ, R1 നോക്കാൻ പാടില്ല. ഓക്കെ, ഏതാണോ കണ്ടത് ആ പൊസിഷനിൽ ഇങ്ങോട്ടേ നോക്കാൻ പാടുള്ളൂ. അപ്പോൾ R2 സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ സെക്കൻഡ് പൊസിഷനിൽ തന്നെ 1 ഉണ്ട്, ഇവിടെ 3ലുണ്ട് 1, ദെൻ ഇവിടെ ഇല്ല, ഇവിടെ തേർഡ് പൊസിഷനിലാണ്, ദെൻ ഇവിടെ ഇല്ല, ഇവിടെ തേർഡ് പൊസിഷനിലാണ്. പക്ഷേ 6ലുണ്ട് സെക്കൻഡ് പൊസിഷനിൽ, 7ലുണ്ട് സെക്കൻഡ് പൊസിഷനിൽ. അപ്പോൾ നമുക്കൊന്ന് അത് മാറ്റി എഴുതാം. R2 നമ്മൾ കാണാം, അതായത് ഏതൊക്കെ R2 എന്ന് പറയുന്നത് സെക്കൻഡ് പൊസിഷൻ ഉണ്ട്, ദെൻ തേർഡ് പൊസിഷൻ ഉണ്ട്, ദെൻ 6th പൊസിഷൻ ഉണ്ട്, ദെൻ 7th പൊസിഷൻ. ഓക്കെ, ദെൻ അതുപോലെ തന്നെ നമ്മൾ R4 എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുന്നത് എന്നുള്ളത്. R4 കാണാന്ന് പറയുമ്പോൾ R4 സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ R4 തേർഡ് ബിറ്റ്, ഇപ്പോൾ സെക്കൻഡ് ബിറ്റ് ആണല്ലോ നമ്മൾ നോക്കിയത്, തേർഡ് ബിറ്റ് 1 വരുന്ന ഏതൊക്കെ ബൈനറി ഉണ്ട് നോക്കുക. അപ്പോൾ അതിൽ R4 തന്നെ 4th എന്ന് പറയുമ്പോൾ തേർഡ് ബിറ്റ് 1 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ഉണ്ട്, ദെൻ 5ലുണ്ട്, 6ലുണ്ട്, 7ലുണ്ട്. ഓക്കെ, അപ്പോൾ 4, 5, 6, 7 അല്ലേ, ഇത്രയും പൊസിഷൻസാണ് നമ്മൾക്ക് R4 കാണാൻ വേണ്ടിയിട്ട് ചെക്ക് ചെയ്യേണ്ടത്. ഇനി ഇതെങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുന്നത്, R1 എന്താണ്, R2 എന്താണ്, R4 എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞല്ലോ. ഈവൺ പാരിറ്റിയാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് കിട്ടുന്ന നമ്പർ ഓഫ് വൺസ് ഈവൺ ആണെങ്കിൽ അവിടെ 0 ആണ് ജസ്റ്റ് അവിടെ ആഡ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് കിട്ടുന്ന നമ്പർ ഓഫ് വൺസ് 1 ആണെങ്കിൽ നമ്മൾ എന്താ നമുക്ക് കിട്ടുന്ന നമ്പർ ഓഫ് വൺസ് ഓഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അവിടെ ഈവൺ ആക്കാൻ വേണ്ടി ഒരു എക്സ്ട്രാ 1 ആഡ് ചെയ്ത് കൊടുക്കും. ഈവൺ ഉള്ള ഓൾറെഡി നമ്പർ ഓഫ് വൺസ് ഈവൺ ആയതുകൊണ്ട് നമ്മൾ 0 ആഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, നമ്പർ ഓഫ് വൺസിൻ്റെ കേസാണ് നമ്മൾ നോക്കുന്നത്. നമ്പർ ഓഫ് വൺസ് ഈവൺ ആണെങ്കിൽ 0 ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ ചെക്ക് ചെയ്തല്ലോ നമ്പർ ഓഫ് വൺസ് ഈവൺ ഓടും, അതേ കേസ് തന്നെ. ഓക്കെ, പാരിറ്റി പറഞ്ഞല്ലോ അതന്നെ. അപ്പോൾ നമുക്ക് R1 ചെക്ക് ചെയ്യാം. R1 ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പൊസിഷൻ 1, 3, 5, 7 ഈ പൊസിഷനിൽ ഏതൊക്കെ പൊസിഷനിൽ 1 ഉണ്ടോ അതൊക്കെ ഇങ്ങോട്ട് എടുത്തെഴുതാം. 0 നമ്മൾ മൈൻഡ് ചെയ്യേണ്ട, 0 നമ്മൾ കൗണ്ട് ചെയ്യുന്നില്ല. ഓക്കെ, 1 മാത്രമേ നോക്കുന്നുള്ളൂ. കാരണം പാരിറ്റി നോക്കാൻ എന്താ, ഈവൺ പാരിറ്റി നോക്കുന്നത് നമ്മൾ വൺസിൽ വെച്ചിട്ടാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ R1 തന്നെ, അതായത് ഒന്നാമത്തെ പൊസിഷൻ നോക്കി 1 ആണല്ലോ, അവിടെ ഒന്നുമില്ല, ഡാറ്റ ഒന്നുമില്ല, R1 ആണ്. ഇനി മൂന്നാമത്തെ പൊസിഷൻ നോക്കി അവിടെ ഡാറ്റ ഉണ്ട്, അപ്പോൾ എന്താ അവിടെ 1 ആണ് വന്നത് അല്ലേ. അപ്പോൾ ആ 1 ഇങ്ങോട്ട് എഴുതി. ദെൻ ഏതാ പൊസിഷൻ, ഇവിടെ 5ാമത്തെ പൊസിഷനാണ് പറഞ്ഞിരിക്കുന്നത്. 5ാമത്തെ പൊസിഷൻ നോക്കി ഡാറ്റ ഉണ്ട്, അവിടെ 0 അല്ല 1 ആണുള്ളത്, സോ അതും ഇങ്ങോട്ട് എടുത്തെഴുതി. ദെൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 7ാമത്തെ പൊസിഷനാണ് R1 അല്ലേ. അപ്പോൾ അവിടെ നോക്കുമ്പോൾ ഡാറ്റ ഉണ്ട്, 1 ആണ്. അപ്പോൾ ഇവിടെ എന്താ, ഇവിടെ ഓഡ് പാരിറ്റി ആണല്ലേ, അല്ലെങ്കിൽ ഓഡ് നമ്പർ ഓഫ് വൺസ് ആണ് കിട്ടിയത്. ബട്ട് നമുക്ക് ഇവിടെ എന്താ, ഹമ്മിങ് കോഡ് നമ്മൾ ഈവൺ പാരിറ്റി ആണ് ചെക്ക് ചെയ്യുന്നത്. സോ നമുക്ക് ഇവിടെ എന്താ, ഈവൺ ആക്കാൻ വേണ്ടി ഇതിൻ്റെ കൂടെ ഒരു 1 എക്സ്ട്രാ ആഡ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈവൺ ആയാലോ 4 1 ആയാലോ, ഇപ്പോൾ ഇവിടെ വരുന്ന കോഡ് 1 ആയിരിക്കും. ദെൻ അടുത്ത പൊസിഷൻ നമുക്ക് ഏത് R2 ഫൈൻഡ് ചെയ്യാൻ വേണ്ടി 2ാമത്തെ പൊസിഷൻ ചെക്ക് ചെയ്യാനുണ്ട്. ബട്ട് 2ാമത്തെ പൊസിഷനിൽ ഡാറ്റ ഒന്നുമില്ല, അപ്പോൾ നമ്മൾ സ്കിപ്പ് ചെയ്തു. ദെൻ അടുത്തത് 3ാമത്തെ പൊസിഷനാണ്. ഇവിടെ നോക്കണേ R2 3ാമത്തെ പൊസിഷനാണ്, അപ്പോൾ അവിടെ ഒരു 1 വന്നു എടുത്തെഴുതി. ദെൻ R2 6ാമത്തെ പൊസിഷനാണ് ചെക്ക് ചെയ്യേണ്ടത്. 6ാമത്തെ പൊസിഷനിൽ 0 ആണ്, നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല, ഡിസ്കാർഡ് ചെയ്തു. ദെൻ R2 7ാമത്തെ പൊസിഷനിലാണ്, 7ാമത്തെ പൊസിഷനിൽ 1 വന്നു. ബട്ട് ഇവിടെ നമുക്ക് എന്ത് കിട്ടി, ഈവൺ നമ്പർ ഓഫ് വൺസ് കിട്ടി, അതുകൊണ്ട് നമ്മൾ ഇവിടെ 0 എഴുതി കൊടുത്തു. ഓക്കെ, അതാണ് പറഞ്ഞത്. ഓക്കെ, നമ്പർ ഓഫ് വൺസ് ഈവൺ ആണെങ്കിൽ 0 കൊടുത്തു, നമ്പർ ഓഫ് വൺസ് ഓഡ് ആണെങ്കിൽ 1 കൊടുത്തു. ദെൻ R4 ഫൈൻഡ് ചെയ്യാൻ, R4 ഫൈൻഡ് ചെയ്യാൻ ഏതൊക്കെ പൊസിഷനാ, 4, 5, 6, 7 അല്ലേ. ഡയറക്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. R4 4th പൊസിഷൻ നോക്കുമ്പോൾ ഡാറ്റ ഒന്നുമില്ല, ബട്ട് 5th പൊസിഷനിൽ ഡാറ്റ ഉണ്ട്, 1 ആണ് എഴുതി. ദെൻ 6th പൊസിഷൻ നോക്കുമ്പോൾ 0 ആണ്, എഴുതിയില്ല. ദെൻ 7th പൊസിഷൻ നോക്കുമ്പോൾ 1 ആണ്, അത് എഴുതി അല്ലേ. R4 എന്ന് പറയുമ്പോൾ R4 തുടങ്ങാൻ പാടുള്ളൂ. ഓക്കെ, ആ കാര്യം വിട്ടു പോകാൻ പാടില്ല, ആദ്യം മുതലേ കൗണ്ട് ചെയ്ത് പോയത് തെറ്റായി പോവും. സോ ഇവിടെ ഈവൺ കിട്ടി. അപ്പം നമുക്ക് എന്താ, ഇവിടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണ്ട അല്ലേ, R4 എന്ന് പറയുമ്പോൾ. അപ്പോൾ നമുക്കിവിടെ 0 വന്നു. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ കോഡ് കണ്ടുപിടിക്കുന്നത്. നമുക്ക് എന്താ, R1 R2 R4 കിട്ടിയില്ലേ, 1 0 0 വന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യും, ഈ പൊസിഷൻസിൽ R1ൻ്റെ സ്ഥലത്ത് എന്ത് എഴുതും, 1 എഴുതും. ദെൻ R2ൻ്റെ സ്ഥലത്ത് എന്ത് എഴുതും, 0 ആണ് നമുക്ക് കിട്ടിയ, അത് എഴുതി. ദെൻ മറ്റേത് ഡാറ്റ തന്നെ ഇറക്കി എഴുതി. ദെൻ R4 എന്താണ്, 0 ആണ്. ഓക്കെ, ദെൻ ഡാറ്റ തന്നെ 1 0 1.
അപ്പോൾ ഇനി നമ്മൾ സെൻഡ് ചെയ്യുന്ന കോഡായിരിക്കും ഈ ഒരു കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ കോഡ് കിട്ടി, സെൻഡ് ചെയ്യാനുള്ള കോഡ്, ട്രാൻസ്മിഷൻ കോഡ്. ഓക്കെ, ട്രാൻസ്മിറ്റിംഗ് കോഡ്. ഇതാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന കോഡ്. അതായത് നമ്മൾ റിഡൻഡൻറ്റ് ബിറ്റ്സ് കണ്ടുപിടിച്ചു, അത് എവിടെയാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത് അവിടെ ഇൻസേർട്ട് ചെയ്ത് ഇനി നമുക്ക് ഇത് റിസീവർ സൈഡിലേക്ക് സെൻഡ് ചെയ്തു. ഓക്കെ, ഇങ്ങനെയാണ് സെൻഡർ സൈഡിൽ നമ്മൾ റിഡൻഡൻറ്റ് ബിറ്റ്സ് ജനറേറ്റ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ റിഡൻഡൻറ്റ് ബിറ്റ്. ഓക്കെ ഓക്കെ ഇനി 3 ബിറ്റാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അപ്പോൾ നമുക്ക് 3 ബിറ്റ്സ് കിട്ടി. ഇനി നമുക്ക് എങ്ങനെയാണ് റിസീവർ സൈഡിൽ റിസീവ് ചെയ്ത ശേഷം ഇത് എറർ ഫ്രീ ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത്, സെൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതൊന്ന് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് റിസീവർ സൈഡ് എന്താണെന്ന് നോക്കാം. റിസീവർ സൈഡ്. ഓക്കെ, റിസീവറിൽ എന്താ നടക്കുന്നത്? റിസീവറിൽ അപ്പോൾ നമ്മൾ സെൻഡ് ചെയ്ത കൂടെ ഞാൻ ഇവിടേക്ക് എടുത്തെഴുതാണ് നേരത്തെ. അപ്പോൾ 101 ഉണ്ടായിരുന്നു, ദെൻ 01, വീണ്ടും എന്ത് ചെയ്തു 01 അല്ലേ? ഇതാണ് നമ്മൾ സെൻഡ് ചെയ്ത കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, സെൻഡ് ചെയ്തത് റിസീവറിലേക്ക് റിസീവ് ചെയ്തിട്ടുണ്ടാവുക ഇതാണ്. നമ്മളിതിവിടെ എഴുതി കൊടുക്കാം 1010101. ഇനി നമ്മൾ എങ്ങനെയാണോ സെൻറ്ററിൽ ചെയ്തത് അതേ മെത്തേഡ് തന്നെയാണ് റിസീവറിലും അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് 1 വരുന്ന പൊസിഷൻസും എല്ലാം നമുക്കറിയാം അല്ലേ? ഓൾറെഡി നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ റൈറ്റ് പൊസിഷൻ, റൈറ്റിൽ ഫസ്റ്റ് ബിറ്റ് 1 വരുന്നത് നോക്കും ആദ്യം R1 കാണാൻ, ദെൻ R2 കാണാൻ റൈറ്റ് സെക്കൻഡ് ബിറ്റ് 1 ആയിട്ടുള്ളത് ബൈനറിയിൽ നമ്മൾ ആ പൊസിഷൻസ് എടുത്തെഴുതി. ദെൻ R4 കാണാൻ നമ്മൾ എന്ത് ചെയ്തു, തേർഡ് ബിറ്റ് 1 ആയിട്ടുള്ളത് എടുത്തെഴുതി. അങ്ങനെയാണ് നമ്മൾ ചെയ്തത്. നമുക്കത് കോഡൊന്ന് എഴുതി നോക്കാം. അതിലേക്കുള്ള ഈ കോഡിൻ്റെ, അതായത് നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന കോഡ് R1 R2 R4 എന്ന് പറയുന്നത് നമുക്ക് 0 ആണ് ഫുൾ കിട്ടുന്നതെങ്കിൽ നമുക്ക് പറയാം ഇത് റിസീവ് ചെയ്തിരിക്കുന്ന കോഡ് അല്ലെങ്കിൽ മെസ്സേജ് എറർ ഇല്ലാത്തതാണെന്ന്. ഓക്കെ, ഇൻ കേസ് ഇതിൽ 00 ഫുൾ വരുന്നില്ലെങ്കിൽ നമുക്ക് പറയാം റിസീവ് ചെയ്ത കോഡ് എറർ ഉള്ളതാണെന്ന്. അങ്ങനെയാണ് റിസീവർ സൈഡിൽ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് റിസീവർ സൈഡിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ ആവശ്യം വരുന്നില്ല. കാരണം എന്താ, നമുക്ക് ഓൾറെഡി നമുക്ക് റിഡൻഡൻറ്റ് ബിറ്റ്സ് ഇതിലുണ്ടെന്നറിയാം. അപ്പോൾ നമ്മൾ അത് വെച്ചാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ R1 ഫസ്റ്റ് നോക്കുന്നത്. R1 നോക്കേണ്ട പൊസിഷൻസ് 1 നോക്കി. 1 നോക്കുമ്പോൾ ഫസ്റ്റ് പൊസിഷൻ 1 ഇവിടെയാണ്. ഇതാ 1 2 3 4 5 6 7 8 ഉണ്ട്. ഫസ്റ്റ് പൊസിഷനിൽ 1 ഉണ്ടോ നോക്കി, 1 ഉണ്ട്, എടുത്തെഴുതി. ദെൻ തേർഡ് പൊസിഷനിൽ 1 ഉണ്ടോ നോക്കി, 1 ഉണ്ട്, എടുത്തെഴുതി. ദെൻ ഏതാ ഫിഫ്ത്ത് പൊസിഷൻ നോക്കി 1 ഉണ്ടോ നോക്കി, എടുത്തെഴുതി, ഉണ്ട്. ദെൻ 7th പൊസിഷൻ നോക്കി 1 ഉണ്ട്, എടുത്തെഴുതി. അപ്പോൾ ഇവിടെ 0 ആണ് പാരിറ്റി, ഇവിടെ ഈവൻ പാരിറ്റി ആണ് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമുക്ക് R2 ആണ് കാണേണ്ടത്. R2 കാണുമ്പോൾ നമുക്കറിയാം സെക്കൻഡിൽ നിന്ന് തുടങ്ങാൻ പാടുള്ളൂ. അപ്പോൾ സെക്കൻഡ് പൊസിഷൻ നോക്കി 0 ആണ്, എഴുതുന്നില്ല. ദെൻ ഏതാ തേർഡ് പൊസിഷൻ നോക്കി 1 ഉണ്ട്, എടുത്തെഴുതി. ദെൻ ഫോർത്ത് ഇല്ല, 6th നോക്കി, 6th ആണ് ഇതിലടുത്ത്. 6th നോക്കുമ്പോൾ 0 ആണ്. ദെൻ 7th പൊസിഷൻ നോക്കി 1 ഉണ്ട്, എടുത്തെഴുതി. ഇവിടെ എന്താ നമുക്ക് ഈവൻ പാരിറ്റി ആണ്, 0 ആഡ് ചെയ്ത് കൊടുത്തു. ദെൻ അതുപോലെ R4 കാണാൻ 4th പൊസിഷൻ മുതൽ സ്റ്റാർട്ട് ചെയ്യും. 4th പൊസിഷനിൽ നോക്കുമ്പോൾ 0 ആണ്, ആവശ്യമില്ല. ദെൻ 5th പൊസിഷൻ നോക്കി 1 ആണ്, എഴുതി. ദെൻ 6th പൊസിഷൻ നോക്കുമ്പോൾ എന്താ 0 ആണ്, ആവശ്യമില്ല. ദെൻ 7th പൊസിഷൻ നോക്കുമ്പോൾ എന്താ 1 ആണ് അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ എന്താ ഔട്ട്പുട്ട് ഫുള്ള് 0 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് മീൻസ് എന്താ, നോ എറർ അല്ലേ? റിസീവ്ഡ് കോഡിൽ നോ എറർ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ റിസീവർ സൈഡിൽ ചെക്ക് ചെയ്യുന്നത്. സെൻറ്റർ സൈഡിൽ ജസ്റ്റ് നമ്മൾ ഈക്വേഷൻ യൂസ് ചെയ്തു. നമ്മൾ R1 R2 R4 കണ്ടു. അത് നമ്മൾ എന്താ ഇതിൻ്റെ എവിടെയാണോ കറക്റ്റ് പൊസിഷൻ വെച്ചാൽ അവിടെ ഇൻസേർട്ട് ചെയ്ത് നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് സെൻഡ് ചെയ്തു. ഓക്കെ, മെസ്സേജ് റിസീവ് ചെയ്താൽ റിസീവറിൽ ഇങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ, ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ പുതിയ ക്ലാസ്സിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യുക. നമുക്ക് കമ്പ്യൂട്ടർ സയൻസ് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ തന്നെ പോവാം, എക്സാമിന് ചോദിക്കുന്ന രീതിയിലുള്ള. അപ്പോൾ ഷെയർ ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഇതിന് സപ്പോർട്ട് ചെയ്യുക.